വെൽക്കം ബാക്ക് ടു കരിയർ വിൻ അപ്ഡേറ്റ്സ്. ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള MG യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ MG യൂണിവേഴ്സിറ്റിയിൽ B.എഡ് അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഏതെങ്കിലും വിദ്യാർത്ഥികൾ MG യൂണിവേഴ്സിറ്റിയിൽ B.എഡ് അപേക്ഷ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇനിയും ഓൺലൈൻ അപേക്ഷ കൊടുക്കുവാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാൻ. നിലവിൽ 20/6/2025 വരെ നിലവിൽ ഇനിയും വിദ്യാർത്ഥികൾ ആരെങ്കിലും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത്തരത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും 20/6/2025 വരെ MG യൂണിവേഴ്സിറ്റി B.എഡ് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം നോക്കാം. അപ്പോൾ അതിനായിട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ വേണ്ടിയിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള cap.mgu.ac. എന്ന വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾ ഏറ്റവും ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു ലൈൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. നേരത്തെ നിങ്ങൾ അപേക്ഷ കൊടുത്ത അതേ രീതിയിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത അതേ രീതിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ പാസ്വേഡും താഴെ കാണുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയാലും കിട്ടിയില്ല എങ്കിലും ഇനി നിലവിൽ സ്വാഭാവികമായിട്ടും ട്രയൽ അലോട്ട്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒരു സാധ്യത അലോട്ട്മെൻറ്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടിയില്ലെങ്കിലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ എഡിറ്റ് ഓപ്ഷൻസ് വഴി ഇപ്പോൾ കിട്ടിയ കോളേജുകൾ ഏഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ ലഭിച്ച കോളേജിൽ നിന്ന് മാറ്റം വരുവാനും സാധ്യതയുണ്ട്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഇനിയും 20/6/2000 ഈ പറയുന്ന 2 ദിവസത്തിനുള്ളിൽ ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾ പുതുതായിട്ട് അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികളെയും കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുക. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിലുള്ള അലോട്ട്മെൻറ്റ് റിസൾട്ടും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ടും തമ്മിൽ വ്യക്തമായിട്ടുള്ളൊരു മാറ്റങ്ങൾ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ട്രയൽ അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾ ജസ്റ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. 20/6/2025 വരെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഓപ്ഷൻസ് എഡ് ചെയ്യണം, അല്ലെങ്കിൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കൊടുത്ത കോളേജ് ഓപ്ഷൻ നിങ്ങൾക്ക് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യണം. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള എഡിറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ജസ്റ്റ് വീണ്ടും MG യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് ജസ്റ്റ് മുകളിലുള്ള ആ ഒരു രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് പുതുതായിട്ട് 20/6/2025 അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ടയിൽ നിലവിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് ഇനിയും കൂട്ടിച്ചേർക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ അത്തരത്തിൽ കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട അപേക്ഷയും വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും കൊടുക്കുവാൻ സാധിക്കുന്നതാണ്, അതായത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷ കൊടുക്കാൻ വിട്ടുപോയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികളും പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട ലോഗിൻ വഴി നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലോട്ടുള്ള നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോട്ടയിൽ വരുന്ന കോളേജുകൾ നിങ്ങൾക്ക് ഏഡ് ചെയ്യുവാൻ സാധിക്കും. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നേരത്തെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കോട്ട വഴിയുള്ള അപേക്ഷ വിട്ടുപോയിട്ടുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്കൊക്കെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റി കോട്ട ലിങ്ക് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന കോളേജ് നിങ്ങൾക്ക് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഏഡ് ചെയ്യുവാൻ സാധിക്കണം. അപ്പോൾ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട എഡിറ്റ് ഓപ്ഷൻസ് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുക. പിന്നെ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രതീക്ഷയോടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുക. കൂടാതെ തീരെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് കഴിഞ്ഞ വീട്ടിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അത്തരത്തിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്കൊക്കെ ജസ്റ്റ് B.എഡ് അഡ്മിഷൻ കേരള PSCയുടെ അംഗീകാരമുള്ള B.എഡ് കോഴ്സ് കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ എടുക്കുവാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കൊടുത്ത ജസ്റ്റ് വാട്സപ്പ് നമ്പർ നിങ്ങൾ B.എഡ് അഡ്മിഷൻ ഡീറ്റെയിൽസ് എന്ന് ജസ്റ്റ് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ, എൻ്റെ പേഴ്സണൽ നമ്പറാണ്, അതിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും B.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മറ്റു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ്, കേരള, കണ്ണൂർ ഉൾപ്പെടെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും എല്ലാ അപ്ഡേറ്റ്സുകൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.